മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കസിൻ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് യു എസിലേക്ക് വരും കേട്ടോ. അവനിവിടെ MS ചെയ്യാൻ വേണ്ടിയിട്ട് യു എസിലേക്ക് വരികയാണ്. അപ്പം ഇവിടെ നമ്മുടെ ഓസ്റ്റിനിൽ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അവൻ പഠിക്കാൻ പോണത്. അതുകൊണ്ട് ഭയങ്കര ഞാൻ എക്സൈറ്റഡ് ആട്ടോ. അവനെ ഞാൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പോയിട്ട് ഒരു ബൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയതാട്ടോ. വൈഗയ്ക്ക് ഇന്ന് ചിയർ ലീഡിങ് ക്ലാസ് ഉണ്ട്. അവൾ ക്ലാസ്സിൽ പോയിരിക്കുന്നു. സാക്ഷി ഉറക്കമാണ്. ഏട്ടൻ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പോയിട്ട് പെട്ടെന്നൊരു ബുക്കെ പിന്നെന്താ പറയുക ഒരു ബലൂണും ഒക്കെ സംഘടിപ്പിച്ച് വരാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അവൻ വരുന്നതിൻ്റെ ചെറിയ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു രാവിലെയൊക്കെ. ഇതൊരു കുഞ്ഞൊരു വ്ളോഗായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എനിക്കുണ്ടല്ലോ എപ്പോൾ ഫ്ലവേഴ്സ് വാങ്ങാൻ വന്നാലും ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. ഏതെടുക്കണം, ഏതായിരിക്കും നന്നായിട്ടുണ്ടാവുക എന്നൊക്കെയുള്ളത്. ഞാനൊരു ബുക്കെയും ബലൂണൊക്കെ വാങ്ങിയിട്ട് തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം. എൻ്റെ കസിൻ, അവനെ ഞങ്ങൾ വിളിക്കുന്ന കണ്ണൻ എന്നാണ് കേട്ടോ. അവൻ്റെ ഒഫീഷ്യൽ നെയിം അമ്പാടി എന്നാണ്. അവനെ കുറിച്ചുള്ള ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഓർത്തെടുത്ത് പറയാനുള്ള മെമ്മറീസ് എന്നൊന്നും പറയാനില്ല കേട്ടോ. കാരണം അവനും ഞാനും തമ്മിൽ ഏകദേശം ഒരു 10-13 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനൊരുവിധമൊക്കെ വലിയ കുട്ടിയായ സമയത്താണ് അവൻ ജനിക്കണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നിച്ച് കളിച്ച് വളർന്ന് അങ്ങനത്തെ ഒരു മെമ്മറി ഒന്നും അവനെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഭയങ്കര ക്ലോസ് അങ്ങനെയല്ല. പക്ഷെ അവന്റെ സിസ്റ്റർ ഉണ്ട്, ശ്രീകുട്ടി. അവളുമായിട്ട് ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആണ് കേട്ടോ. എന്തെങ്കിലും വിളിക്കുകയും സംസാരിക്കുകയും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവനെ ഇനിയായിരിക്കും കൂടുതലായിട്ട് അറിയാൻ പോണത്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം നമുക്ക് ആരെങ്കിലും ഒരാൾ ഈ ഒരു നാട്ടില് വന്ന് നിൽക്കുമ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു സന്തോഷമായിരിക്കുമല്ലോ. അതാണ് ഞാനപ്പം കുറച്ച് എക്സൈറ്റഡ് ആണ്. അവന് ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ മേ ബി 1 or 2 weeks നമ്മുടെ വീട്ടിലുണ്ടാവും. അത് കഴിയുമ്പോഴാണ് അവന് കോളേജൊക്കെ തുടങ്ങുള്ളൂ. അപ്പൊ അതുവരെ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ അവന് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, ഈ നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പം, അതായത് ഇത്രയും ലോങ് ഫ്ലൈറ്റ് 32-34 hours ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നു കഴിയുമ്പം നമുക്ക് ഫുഡൊക്കെ കിട്ടും. ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടും, ഇന്ത്യൻ വേണമെങ്കിൽ ഇന്ത്യൻ കിട്ടും. പക്ഷെ എത്ര എന്ന് പറഞ്ഞാലും അത് നമ്മുടെ നാട്ടിലത്തെ ചോറും കറിയും പോലെ ആവില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ എപ്പോഴും ക്രേവ് ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ നാടൻ ഭക്ഷണം കേട്ടോ. നല്ല ചോറും മോരുകറിയും ഒക്കെ കിട്ടിയാൽ എനിക്ക് എപ്പോഴും സന്തോഷമാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അതായിരിക്കും എല്ലാവർക്കും കംഫർട്ട് എന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഇനി അവൻ വരുമ്പോ ചോദിച്ചു നോക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയത് ചോറും കറികളൊക്കെയാണ് കേട്ടോ. പിന്നെ അവന് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കി, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നെ പോലെ അവന്റെ കംഫർട്ട് ഫുഡ് ചോറ് തന്നെയാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇനിയിപ്പം അവൻ വരുമ്പോ തന്നെ ചോദിച്ചു നോക്കാം, നീ ഓക്കെ ആണോ ചോറൊക്കെ ആയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ആക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഏട്ടൻ ഉണ്ടാക്കിയ ബിരിയാണി ഇരിപ്പുണ്ട്, അതാക്കാം. എനിക്കറിയത്തില്ല ഈ വീഡിയോ എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ആ കൂടെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി വോയിസിന് ഉണ്ടാവും എന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അവൻ വരുന്ന സമയത്തെ എയർപോർട്ടിൽ ചെല്ലുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവന് വേണ്ടിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ബീൻസ് തോരൻ, പിന്നെ എന്താ മോര് കാച്ചിയത്, പുളിശ്ശേരി, ഇങ്ങനെ വേണേ പറയാം. അത് പിന്നെ ചിക്കൻ കറി, പിന്നെ പപ്പടം അച്ചാറും ഒക്കെ തന്നെ. ചോറും ഞാൻ ഫൈനലി അവിടുന്ന് ഈ ബൊക്കെയാണ് എടുത്തത്. ബൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഒരു ബലൂണും വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കോഫി എടുത്തിട്ട് പോകണം. അതാണ് ചെയ്യാൻ പോകണം. ഞാൻ ഓർത്ത് ഈ ഡിസ്പോസിബിൾ കപ്പിൽ ഒരു കോഫി എടുത്തിട്ട് പോകാം, അപ്പോൾ കുടിക്കാമല്ലോ. കറക്റ്റ് സമയത്ത് അനുചേച്ചി പപ്സ് കൊണ്ടുതന്നു. ഒരു കപ്പ് കോഫി ഉണ്ടാക്കി ഒരു പപ്സും അവന് കൊടുക്കാൻ വരുമ്പം ഒന്ന് ചേച്ചി അതെടുത്തു. ഞങ്ങൾക്കുള്ള കോഫിയും കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അക്ഷയ് എവിടെ പോവാ? കണ്ണമ്മാമനെ പിക്ക് ചെയ്യാൻ പോവാണോ? കണ്ണമ്മാമനെ പിക്ക് ചെയ്യാൻ പോവാണോ? അനുചേ അവനവിടെ കസ്റ്റംസിന്റെ ക്യൂവിൽ നിൽക്കുക. നമ്മളിവിടെ എത്തി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും മെസ്സേജ് ഇടാവേ. അവനായിരിക്കും അല്ലല്ലോ.
സാക്ഷി കണ്ണമ്മാമനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാ. ഹായ് പരി. അവനവിടെ എത്തിയിട്ടുണ്ട്. ശബ്ദം കേൾക്കാമോ? ഭയങ്കര ശബ്ദമായിരിക്കും. അവൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ബാഗ് എല്ലാം ഒന്നും തരത്തില്ല. ബ്രിട്ടീഷ് എയർവേസിൻ്റെ എപ്പോഴും പ്രശ്നമുള്ളതാണ്. അപ്പോൾ അതവർ പിന്നീട് അയച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവൻ ഫോം എന്തോ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു എഴുതി കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്തേക്ക് നോക്കുക. ഹലോ വെൽക്കം. നിനക്കപ്പോ ഒന്നുമില്ല. ബ്രിട്ടീഷ് എയർവേസ് എപ്പോഴും ഇങ്ങനെയാടാ. അവിടെ എന്തായാലും 2000 കിലോ എടുക്കുമായിരിക്കും ഏട്ടാ. അപ്പൊ വെൽക്കം. നിനക്ക് പേടിയുണ്ടടാ? ലഗേജ് ഒന്നും എത്താത്തത് കൊണ്ട് തന്നെ ഏട്ടൻ അവനെയും കൂട്ടിയിട്ട് പുറത്തു പോയി അത്യാവശ്യം കുറച്ച് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ. നിനക്ക് US വന്നിട്ട് എന്ത് തോന്നുന്നു? ഇവിടെ വന്നിട്ട് ഒന്നും തുടങ്ങിയില്ല, ഇപ്പൊ ജസ്റ്റ് വന്നതേ ഉള്ളൂ. എന്നാലും how you feel? നല്ല അടിപൊളി സ്ഥലം. കുറച്ച് ആൾക്കാരെ കണ്ടുള്ളൂ. സൈഡിലൊന്നും ആരുമില്ല. ആരാ? റോഡിന്റെ സൈഡിലൊന്നും ആരും കണ്ടില്ല. നാട്ടിൽ നല്ല വ്യത്യാസമുണ്ട്. റോഡുകളൊക്കെ അടിപൊളി, വണ്ടികൾ അടിപൊളി. നാട്ടിൽ കാണാത്ത വരുന്നു. പിന്നെ ഇനി കാണാൻ കിടക്കണല്ലേ ഉള്ളു അല്ലേ? ഇവിടെ എല്ലാം അലക്സ പണിയെടുക്കണം. ഓൺ ചെയ്യൂ, സ്വിച്ച് ഓൺ ചെയ്യൂ, സ്വിച്ച് ഓഫ് ചെയ്യൂ, പാട്ട് പാടൂ, ഇതൊക്കെ അലക്സയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കിടന്നതും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.